നമ്മളറിയാതെ കേരളം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് കേരളം ആയി മാറിയോ എന്നെനിക്കൊരു സംശയം. കാരണം എനിക്ക് പെട്ടെന്ന് തോന്നാൻ കാരണം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ഞാനൊരു ഇൻഫർമേഷൻ പറയുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി നടപ്പാക്കാൻ ഓരോ ജില്ലകളിലും ജില്ലാതല കോർഡിനേറ്റർമാർ വേണം. ഈ കോർഡിനേറ്റർമാരുടെ 14 ജില്ലകളിലെ കോർഡിനേറ്റർമാരുടെ പേര് ഞാൻ വായിക്കാം. എനിക്ക് അതിനെക്കുറിച്ചാണ് സാറിനോട് ചോദിക്കാനുള്ളത്. തിരുവനന്തപുരം നിസാമുദ്ദീൻ, എല്ലാവരും ഹയർ സെക്കൻഡറി അധ്യാപകരും ഹെഡ് മാസ്റ്റർമാരും ഒക്കെയാണ്. തിരുവനന്തപുരത്ത് നിസാമുദ്ദീനാണ് ജില്ലാ കോർഡിനേറ്റർ. കൊല്ലത്ത് രവിശങ്കറാണ്. പത്തനംതിട്ടയിൽ ജയന്തിയാണ്, ജയന്തി KS. ആലപ്പുഴയിൽ ഷഹീർ. കോട്ടയത്ത് മുഹമ്മദ് മാഹിൻ. ഇടുക്കിയിൽ സോമൻ TV. പിന്നെ തൃശ്ശൂരേക്ക് വന്നാൽ സാലിഹ്. എറണാകുളത്ത് റഹീം. പാലക്കാട് ഷൗക്കത്ത് അലി. മലപ്പുറത്ത് ഷാഹുൽ ഹമീദ്. കോഴിക്കോട് ഡോക്ടർ നിസാർ C. കണ്ണൂർ ഹാഷിം MC. കാസർഗോഡ് ഷൗക്കത്ത് അലി MD. അപ്പോൾ 14 പേരിൽ 3 പേർ ഒഴികെ 3 പേർ ഹിന്ദുക്കൾ, 11 പേർ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനി ഇല്ല. അപ്പോൾ ക്രിസ്ത്യാനി കേരളത്തിൽ വംശനാശം വന്നോ? അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകരായിട്ട് ക്രിസ്ത്യാനികളില്ലേ? ഹിന്ദുക്കൾ എന്ന് പറയുന്നത് 14-ൽ 3 മാറാൻ മാത്രമുള്ള ചുരുങ്ങിപ്പോയോ? എന്തായിരിക്കും സാർ ഇത് ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, VD സതീശൻ ഗവൺമെൻറ് അധികാരത്തിലേറ്റതിന് മുൻപേ അതിനെക്കുറിച്ച് നമ്മൾ ചെയ്തൊരു പ്രധാനപ്പെട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഗവൺമെൻറ്റിനെ ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് പോലും ആയിരിക്കില്ല, വഹാബികളായിരിക്കും, വഹാബിസ്റ്റുകളായിരിക്കും. ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ഭരണമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ ഒരു ചിത്രം സാറ് കണ്ടില്ല, ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞു. ഇന്നലെ അമിത്ഷാ പങ്കെടുത്ത് സൗത്ത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൗൺസിലുണ്ട്. അതിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അതിൽ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നു. അതിൻ്റെ ശേഷമുള്ളൊരു ഫോട്ടോ പുറത്തു വന്നു. ആ ഫോട്ടോ അങ്ങനെ വ്യാഖ്യാനിക്കാതിരിക്കുകയും ചെയ്യാം, വേണമെങ്കിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി നിൽക്കുന്നു, കേരള മുഖ്യമന്ത്രിയുടെ. അതിനകത്തൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, മറ്റേ DK ശിവകുമാർ, ഹേമന്ത് റെഡ്ഡി, പിന്നെ ജോസഫ് വിജയ്, സതീശൻ, പിന്നെ കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി ബോബനും മോളിയുടെ ഇതിൽ പോയതാണോ എന്നുള്ളതാണ്. അതോ ഇനി യഥാർത്ഥ മുഖ്യമന്ത്രിയെ കൂടെ നിർത്തിയതാണോ? അല്ല, യഥാർത്ഥ മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടിയാണോ എന്ന് സംശയിക്കാവുന്ന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. അല്ല, അത് അങ്ങനെ സംശയിക്കാവുന്നതായിരുന്നു. അത് തന്നെയുമല്ല, ഇത്തരം മുഖ്യമന്ത്രിമാരുടെ മാത്രം ഒരു യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് എന്ത് കാര്യം? മുഖ്യമന്ത്രിമാരെ വിളിച്ച യോഗമില്ലേ? മുഖ്യമന്ത്രിമാർക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ അടുത്തൊരാൾ. അല്ല, അതിന് മുഖ്യമന്ത്രി പോയിട്ടുണ്ടല്ലോ, സൗകര്യമുള്ള മുഖ്യമന്ത്രി. അല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറെ മന്ത്രിമാർ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അല്ല, ഉണ്ടെങ്കിൽ കാണണ്ടല്ലേ, കണ്ടില്ലല്ലോ. അല്ല, ഇവരൊരു സൗഹൃദത്തിൻ്റെ ഫോട്ടോ എടുത്തതായിരിക്കാം. സൗത്ത് ഇന്ത്യയിൽ നിന്ന് എടുത്തതല്ലേ ഇത്? സൗത്ത് ഇന്ത്യൻ കക്ഷികളെയല്ലേ വിളിച്ചു ചേർത്തത്. ശിവകുമാർ അതിനകത്ത് ഇല്ല താനും. ഏത്? DK ശിവകുമാർ. DK ശിവകുമാർ ഉണ്ട് ഉണ്ടല്ലേ? ആ ചിത്രത്തിലുണ്ട്. DK ശിവകുമാർ ഉണ്ട്. പടം ഒന്നുകൂടെ നോക്കണം. DK ശിവകുമാർ ഉണ്ട്. ജോസഫ് വിജയ്. ചന്ദ്രബാബു നായിഡു ആണ് ഇല്ല. ചന്ദ്രബാബു നായിഡു ഇല്ല. ഇല്ല. ബാക്കി എല്ലാവരും ഉണ്ട്. ഇവർ നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോയാണ്. അതിലെങ്ങനെയാണ് ഇദ്ദേഹം വന്നതെന്നുള്ള കാര്യം ഞാനും സംശയിച്ചതാണ്. കാരണം ഇത്തരത്തിലുള്ള ഔദ്യോഗികമായ ചടങ്ങുകളിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള കക്ഷികളെ പോകാൻ പാടുള്ള, അല്ലാത്തവർ പോകുന്നത് മര്യാദകേടാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അത് കുഞ്ഞാലിക്കുട്ടി പോകരുതായിരുന്നു, അത് നിൽക്കുകയും ചെയ്യരുതായിരുന്നു. കാരണം ഇതിപ്പോൾ എന്ന് വെച്ചാൽ സതീശനുണ്ട്, പക്ഷേ സതീശനെ നിയന്ത്രിക്കുന്നത് ഞാനാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ചിത്രം എന്ന നിലക്ക് തന്നെ വ്യാഖ്യാനിച്ചാൽ തെറ്റു പറയാൻ പറ്റും. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. നമ്മൾ അന്ന് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഈ ഭരണം ഭരിക്കാൻ പോകുന്നത് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളായിരിക്കും. അത് ശരിയായിരിക്കുന്നു. അത് ശരിയാണെന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്, ഇതിനകം വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനത്തേതാണ് ഇത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കോൺക്രീറ്റായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ളത് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണ്. അവരാണ് കടലോരങ്ങളിൽ, മലവാരങ്ങളിൽ, കായലോരങ്ങളിൽ, സമതലങ്ങളിലൊക്കെ പള്ളികളേക്കാൾ വലിയ പള്ളിക്കൂടങ്ങളുമായിട്ട് വന്ന് ചേരുന്നത്. എന്ന് മാത്രവുമല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നേരത്തെ നമുക്കൊരു ഗുരുകുല സമ്പ്രദായമായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശിഷ്യർ ഗുരുവിൻ്റെ വീട്ടിൽ പോയിരുന്നിട്ട് പഠിച്ചുകൊണ്ട് വരുന്നതായിരുന്നു. സംസ്കൃതമൊക്കെ വിശേഷിച്ചും അങ്ങനെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമാവിൻ്റെ ശിഷ്യ, അത് അവിടെ പോയിരുന്ന് അദ്ദേഹത്തിൻ്റെ ഇതിൽ പോയിരുന്നു.
അല്ലെങ്കിൽ അന്നമനട അച്യുത പിഷാരടിയുടെ ശിഷ്യന്മാർ അവിടെ പോയിരിക്കുന്നു, അവിടെ നിന്ന് പഠിച്ചു വരുന്നു. കൊടുങ്ങല്ലൂർ കോവിലകത്ത് പോകുന്നു, അവിടെ നിന്ന് പഠിച്ചു വരുന്നു. പക്ഷേ അതിനൊരു അടിസ്ഥാനപരമായി സംസ്കൃത വിദ്യാഭ്യാസ രംഗത്തൊരു മാറ്റം വരുത്തിയത് വിശുദ്ധനായിരിക്കുന്ന ചാവറ പിതാവാണ്. ചാവറ പിതാവാണ് 1836 ഒരു സംസ്കൃത പാഠശാല തുടങ്ങിയത്. അങ്ങനെയുണ്ട്. അത് ശരി. അവിടെ എന്താണെന്നറിയാമോ, അധ്യാപകനും വിദ്യാർത്ഥികളും ഒരു പൊതുസ്ഥലത്ത് വന്ന് വിദ്യ അഭ്യസിക്കുന്ന ഒരു സമ്പ്രദായം അവിടെ നിന്ന് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു പൊതുവിദ്യാലയം, അതിൽ ഈ പൊതുവിദ്യാലയത്തിൻ്റെ രംഗത്ത് കത്തോലിക്കരുടെ സംഭാവന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സംഭാവനകളൊക്കെ വളരെ വലുതാണ്. കാരണം ഇപ്പോൾ ഈ എറണാകുളത്തുള്ള ഈ നമ്മുടെ ഈ സെൻറ്റ് തെരേസാസ് കൂടാതെ സെയിൻറ്റ് ആൽബർട്ട്സ്, ആ സെയിൻറ്റ് ആൽബർട്ട്സിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ രസകരമായ ഒരു കാര്യം കാണാൻ കഴിയും. അതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മലയാള അധ്യാപകൻ എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതനായ AD ഹരിശർമ്മ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വത്സല ശിഷ്യൻ TKC വടുതല എന്ന് പിന്നീട് അറിയപ്പെട്ട ചാത്തൻ. അപ്പോൾ ഒരു ബ്രാഹ്മണനും ചാത്തനും മുഹമ്മദിനും മത്തായിക്കും ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതോടുകൂടിയാണ് ഈ ചാത്തൻ തൊട്ട് കഴിഞ്ഞാലും നമ്പൂരി ചാരമായി തീരില്ല എന്നൊക്കെയുള്ള വിശ്വാസം വരുന്നതിന് നമ്മുടെ പൊതുസമൂഹം സൃഷ്ടിക്കുന്നതിൽ ക്രിസ്ത്യൻ സഭകളുടെ സംഭാവനകൾ വളരെ വലുതാണ്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം അവരുടെ സംഭാവന വളരെ വലുതാണ് പൊതുസമൂഹത്തിൻ്റെ സൃഷ്ടി. അപ്പോൾ പക്ഷേ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗത്തിന് അതിനകത്ത് പ്രാതിനിധ്യമില്ല എന്നുള്ളത് ക്രിസ്ത്യാനികൾക്ക് ഒന്നും വളരെ ഗുരുതരമായ ഒരു കൃത്യവിലോപമാണത്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ആ മന്ത്രിയുടെ പേരെന്താണ്? ഇത് നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസം അല്ല, അത് ഹയർ എഡ്യൂക്കേഷനാണ്. റോജി ഉന്നത വിദ്യാഭ്യാസം. ഇത് മറ്റേ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പേര് വേറൊരു മന്ത്രിയാണ്. ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് മാത്രവുമല്ല, കേരള കോൺഗ്രസ്സുകൾ അവരുടെ ഭരണത്തിൻ്റെ ഭാഗമാണ്. അല്ല, അത് തെറ്റ് പറയാൻ പറ്റില്ല സാർ. ഷാജി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഭരണം UDF അധികാരത്തിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ തിരിച്ചു പിടിക്കാനാണ്. അപ്പോൾ പിന്നെ കഴിഞ്ഞ 10 വർഷം നഷ്ടപ്പെട്ടത് പോയത് മുഴുവൻ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജനവിഭാഗത്തെ, ഇതിനകത്ത് മാത്രമല്ല, ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പട്ടികാധികാരം വന്നിട്ടുണ്ടോ? ഇല്ല, വരേണ്ടതല്ലേ? അല്ല, ഈ പറഞ്ഞ ഹിന്ദു പേരുകളിൽ ആരെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല. ഇല്ല, ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. അല്ല സാർ, വേറൊരു കാര്യമുണ്ട്. ഇത് സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതി ഒരു പദ്ധതി മാത്രമാണ്. ഇതുപോലെ സർക്കാരിൻ്റെ കീഴിൽ എത്ര പദ്ധതികളുണ്ട്. അല്ല, അത് മുഴുവനും ഇങ്ങനെ ഇവർ മതം വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? മതമാണ് പ്രശ്നം. അത് വരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇതിങ്ങനെ വരുമെന്ന്. ഈ കാര്യത്തിൽ VD സതീശന് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ എവിടെ പോയി സാറ്? മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ വാർത്ത വരുന്നുണ്ടായിരുന്നു. അതായത് ഈ ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിൻ്റെ പാഠപുസ്തകം പരിഷ്കരിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി NCERT ഉണ്ടാക്കിയിരിക്കുന്ന കമ്മിറ്റി ഉണ്ടല്ലോ, അതിൽ 4 RSS അനുഭാവികൾ കയറിപ്പോയി. വലിയ കുഴപ്പമാണ്. അല്ല, അപ്പം അത് കുഴപ്പമില്ല. അല്ല, ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് അനുയായികൾ ചേരുന്നതിൽ കുഴപ്പമില്ലേ? ഇല്ല. ലീഗ് അനുയായികൾ ചേരുന്നതിൽ കുഴപ്പമില്ലേ? കോൺഗ്രസിൻ്റെ അനുയായികൾ ചേരുന്നതിൽ കുഴപ്പമില്ല. ഇല്ല, RSSകാർ ചേർന്നാൽ മാത്രമാണ് കുഴപ്പം എന്നുള്ളത് ഇവർ ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ? RSSകാർ നികുതി കൊടുക്കുന്നില്ല, ടാക്സ് കൊടുക്കാത്തവരാണോ? അല്ല, അത് മാത്രമല്ലെന്ന്. എന്താ RSSകാർക്ക് ഇതിനകത്ത് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് എവിടെയാണ് വ്യവസ്ഥയുള്ളത്? അസ്പൃശ്യത, തൊട്ടുകൂടായ്മ. അല്ല, ഇത് ഞാൻ പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കി. എന്നാൽ ഈ 11-3 എന്നുള്ള കണക്ക്, 11-3-0 എന്നുള്ള കണക്കിനെ കുറിച്ച് മിണ്ടുന്നില്ല. അത് മിണ്ടില്ല. മറ്റത് വാർത്ത RSS 4 RSS അനുഭാവികൾ സമിതി. അല്ല, ഇത് തന്നെയാണ് പറഞ്ഞത്. എന്താ RSSകാരുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ് മറ്റേ വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കരുതെന്ന്. ഇവർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ പറഞ്ഞതാണ് ആ കാര്യം. എന്താ ഇവർ ഉദ്ദേശിച്ചേക്കണത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ പാർട്ടികളുടെ യോഗങ്ങളിൽ പോകുന്ന അവരുടെ വിദ്യാഭ്യാസ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോകാം. പക്ഷേ RSSൻ്റെ ഒരു മീറ്റിങ്ങിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് ഇവർ എന്ത് അർത്ഥത്തിലാണ് പറയുന്നത്?
RSS ഒരു ഭീകര സംഘടനയാണ് അവർക്ക്. അപ്പോൾ ഇവരോ? നിരോധിക്കപ്പെട്ട സംഘടന ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അല്ല, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം നിരോധിക്കപ്പെട്ട പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? അതെ അതെ. 48 കൽക്കട്ട തിസീസ് വന്നപ്പോൾ പാർട്ടി നിരോധിക്കപ്പെട്ടില്ലേ? പാർട്ടിയെ ബാൻ ചെയ്തതല്ലേ? എന്നിട്ട് അതിൽപ്പെട്ടവർ പ്രവർത്തിക്കുന്നില്ലേ? ഇപ്പോഴും അവരെന്താ ചെയ്യുന്നത്? ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിപ്ലവത്തെക്കുറിച്ചല്ലേ? അതെ. വിപ്ലവം വരില്ല എന്ന് ഇവർ ആരും പറയുന്നില്ലല്ലോ. ജനകീയ ജനാധിപത്യ വിപ്ലവം വരും എന്ന് തന്നെയാണ് എപ്പോഴും പറയണ വിപ്ലവം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഇത് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം മൂടി വെച്ച ഈ കണക്ക് നമ്മൾ പ്രേക്ഷകരോടൊന്ന് പറയണം. ഇങ്ങനെയാണ് കേരള സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇത് ഒരു 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 സംവിധാനത്തിൻ്റെ മാത്രമാണ്, ഒരു 100-300ഓളം സംവിധാനങ്ങൾ. അല്ല, ഇത് മൊത്തത്തിൽ ഇത് വരുന്ന സമയത്ത് ഇതെന്താ സംഭവിക്കാൻ പോകുന്നതാണ്? വിദ്യാഭ്യാസ രംഗം ഇപ്പം തന്നെ അത് അലമ്പായി കിടക്കുകയാണ്. കുറേ കൂടി വഷളാകുമെന്നുള്ളതാണ്. 5 വർഷം കൊണ്ട് കേരളം അൽ കേരളമാക്കിയെടുക്കും. അൽ കേരളയാക്കിയെടുക്കും അവർ. അപ്പോൾ അല്ല, അതിനെന്താ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആകുന്നു എന്നുള്ളതിന് കോൺഗ്രസ്സിന് ഇതിനകത്ത് യാതൊരു പരാതിയില്ല, ക്ലേശമില്ല. കോൺഗ്രസ് പാർട്ടി തന്നെ അങ്ങനെയാണല്ലോ. കോൺഗ്രസ് തന്നെ ഇപ്പം അങ്ങനെയാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, MC ജോസഫിൻ്റെ പഴയൊരു പ്രസിദ്ധമായ ഒരു ഡയലോഗുണ്ട്, എന്താ പിന്നെ അനുഭവിച്ചോ അത്. ഏതായാലും പ്രേക്ഷകരെ, ഇതൊക്കെ പറയാൻ ഞങ്ങളേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ മറക്കണ്ട.